എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയുടെ അടിസ്ഥാനമായിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഏകദേശം 7:30 മണിയോടുകൂടി മൂവാറ്റുപുഴ രണ്ടാർക്കര എന്ന സ്ഥലത്ത് വെച്ച് ഒരു 15 വയസ്സുകാരനായ ഒരു ആൺകുട്ടിക്ക് വൈദ്യുതി അപകടം നടന്ന് മരണപ്പെടുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനുള്ള വാർത്ത ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഈ വാർത്ത പ്രകാരം പ്ലഗ് കുത്തുവാൻ ശ്രമിച്ചപ്പോഴാണ് ഈ അപകടം നടന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ബന്ധപ്പെട്ടവർ അന്വേഷിക്കട്ടെ. എങ്കിലും എൻ്റെതായ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് ഈ സമയത്ത് അവിടെ KSEBിയിൽ നിന്നുള്ള സപ്ലൈ കട്ട് ചെയ്തിരുന്നു. സബ്സ്റ്റേഷനിൽ നിന്ന് തന്നെ സപ്ലൈ ഇല്ലായിരുന്നു, കട്ട് ചെയ്തിരുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ അപകടം നടന്നത് ഇദ്ദേഹത്തിന്റെ വീട്ടില് ഒരു പോർട്ടബിൾ ജനറേറ്റർ ഉണ്ടായിരുന്നു. അത് കുത്തി, അതിൽ നിന്ന് വരുന്ന 2 വയറ് ഈ വീട്ടിലെ പ്ലഗിലേക്ക് കുത്തിയ സമയത്താണ് ഈ അപകടം നടന്നത് എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു രീതി, ആ കുത്തുന്ന രീതിയെ പറ്റി നമുക്ക് പ്രകാരം സംസാരിക്കാം. അപ്പൊ ഈ പോർട്ടബിൾ ജനറേറ്ററിൽ നിന്നല്ല, ഏത് തരത്തിലായാലും നമ്മളുടെ കുട്ടികളുടെ സംരക്ഷണം അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക, വൈദ്യുതി സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനുവേണ്ടി അല്പസമയം നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കുട്ടികളെ നമുക്ക് എങ്ങനെ വൈദ്യുതി അപകടങ്ങളിൽ പെടാതെ സൂക്ഷിക്കാം, ഇതാണ് എൻ്റെ വിഷയം. എൻ്റെ ഒരു അഭിപ്രായത്തില് സ്കൂൾ തലത്തിൽ തന്നെ വൈദ്യുതി സുരക്ഷാ പഠനം നടപ്പാക്കണം. നമ്മുടെ നാട്ടില് ഈ ഇതുപോലുള്ള ഷോക്കിൽ പെട്ട മാതാപിതാക്കളെ രക്ഷിച്ച കുട്ടികളുടെ ചരിത്രം നമുക്കറിയാം. ഈ അടുത്ത സമയത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായതാണ്. അപ്പൊ ആ തരത്തിൽ കുട്ടികൾ കൂടുതൽ ഈ കാര്യത്തിൽ വിജിലന്റ് ആകേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. അത് നടപ്പാക്കണം. അതുപോലെ നനഞ്ഞ കൈ കൊണ്ട് വൈദ്യുതി കൈകാര്യം ചെയ്യരുത്. കാരണം ഈ വെള്ളം എന്ന് പറയുന്നത് വൈദ്യുതി കടത്തിവിടുന്ന സംഗതിയാണ്. അതുകൊണ്ട് നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ പ്ലഗ് ടോപ്പ് കുത്തുന്ന സമയത്ത് ഒരിക്കലും കൈ നനഞ്ഞതാണെങ്കിൽ നമ്മൾ തുടരുത്. പ്ലഗ് എന്ന് മാത്രമല്ല, ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോഴും കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത്, തുണിയിൽ എവിടെയെങ്കിലും ഒന്ന് തുടച്ചിട്ട് മാത്രമേ നമ്മൾ ആ സ്വിച്ചൊക്കെ ഓൺ ആക്കാവൂ. അപ്പൊ നനഞ്ഞ കൈ കൊണ്ട് ഇത് കൈകാര്യം ചെയ്യരുത്. പിന്നെ വീട്ടിലെ എർത്തിങ് എപ്പോഴും പക്കയായിരിക്കണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇതുപോലൊരു കമ്പി അടിച്ചു താഴ്ത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ എർത്തിങ് പ്രോപ്പറായിട്ട് സ്ഥാപിച്ചതായിരിക്കണം. ഇത് മനസ്സിലാക്കുവാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എർത്തിനും ന്യൂട്രലിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അത് 2 വോൾട്ടിന്റെ താഴെ ആയിരിക്കണം. അപ്പൊ അതൊന്ന് പരിശോധിച്ച് എർത്തിങ് ഉറപ്പുവരുത്തുക. അത് കൂടാതെ ഈ കമ്പി മുറിഞ്ഞു വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇനി അടുത്തത് പ്ലഗ് ടോപ്പ് നമ്മൾ കുത്തുന്ന, ഇപ്പൊ ഒരു ടിവിയുടെ എടുത്ത് കുത്തുന്ന ആ ടോപ്പിലുള്ള നമ്മൾ കുത്തുന്ന സാധനത്തിനെയാണ് പ്ലഗ് അല്ലെങ്കിൽ പ്ലഗ് ടോപ്പ് എന്ന് പറയുന്നത്. അതിന്റെ കവറ് തുറന്നിരിക്കുക വല്ലതുമാണോ എന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും ആ കവർ യഥാസ്ഥാനത്തുണ്ട്, നമ്മളിത് ഉപയോഗിക്കുമ്പോൾ യഥാസ്ഥാനത്ത് ഉണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം. അത് നമ്മുടെ കുട്ടികളെ ആ തരത്തിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്യിച്ചെടുക്കണം. ഈ കാര്യങ്ങളിലെല്ലാം, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുമെല്ലാം. അതുപോലെ പ്ലഗ് ആൻഡ് സോക്കറ്റ്, ആ സിസ്റ്റത്തില് എപ്പോഴും വലത്ത് സൈഡില് ഫേസും ഇടത്ത് സൈഡിൽ ന്യൂട്രലും മുകളില് എർത്തുമായിരിക്കണം. ആ ഒരു കാര്യം ഉറപ്പാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുകൂടാതെ അതിന്റെ മുകളിലുള്ള വരുന്ന ഈ എർത്ത് എന്ന് പറയുന്ന ഈ കമ്പി കനം കൂടിയതും നീളം കൂടിയതുമായിരിക്കും. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പ്ലഗ് ടോക്ക് നമ്മളെടുത്ത് കുത്തുമ്പോൾ ആദ്യം ഇതിന്റെ ഉള്ളിലേക്ക് ബന്ധം വരുന്നത് എർത്താണ്. അപ്പൊ അപകട സാധ്യത കുറയ്ക്കുവാനായിട്ട് അത് നമുക്ക് ഉപകരിക്കും. അപ്പൊ ഈ കുത്തുന്ന പ്ലഗ് ടോപ്പ് അല്ലെങ്കിൽ അടുക്കിയിരിക്കുന്ന സോക്കറ്റ് എപ്പോഴും അത് ISI സ്റ്റാൻഡേർഡ് ഉള്ളതായിരിക്കണം. ഈ പറഞ്ഞ പോലെ വലത്ത് സൈഡിൽ ഫേസ്, ഇടത്ത് സൈഡിൽ ന്യൂട്രല്, മുകളില് എർത്തൊക്കെയാണ് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ നമ്മുടെ പ്ലഗ് ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെന്റിൽ എപ്പോഴും ഒരു സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യണം. കാരണം പ്ലഗ് ടോപ്പ് നമ്മൾ കുത്തിയിട്ട് ഇത് ഓൺ ആക്കിയെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യാവൂ. ഇത് നിയമത്തിലുള്ളതാണ്. അതെപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തുക. അതായത് ഒരു കൺട്രോളിങ്, നിയന്ത്രിത സ്വിച്ച് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മുകളിലുള്ള, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുകളിലുള്ള എർത്ത് പിന്റെ കനം കൂടിയതും നീളം കൂടിയതുമായിരിക്കും. അത് അങ്ങനെയാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നീട് ISI മാർക്കുള്ള ആ സാധനങ്ങൾ മാത്രമേ നമ്മുടെ വയറിങ്ങിൽ, സ്വിച്ച് ആയാലും പ്ലഗ് ആയാലും സോക്കറ്റ് ആയാലും അയൺ ബോക്സ് ആയാലും എന്ത് സാധനമായാലും ISI മാർക്കുള്ളത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. വൈദ്യുതി കൈകാര്യം ചെയ്യുമ്പോൾ ആകുന്നതൊരു റബ്ബർ ചെരിപ്പ് ഇട്ടുകൊണ്ട് കൈകാര്യം ചെയ്ത് ശ്രദ്ധിക്കുക, നല്ലതാണ്. ഇനി അതുപോലെ ഇൻവെർട്ടർ, ജനറേറ്റർ എന്നിവയുടെ സപ്ലൈ ഈ കറണ്ട് പോകുമ്പോൾ എടുത്ത്, ഞാൻ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ എടുത്ത് കുത്തുന്ന അറേഞ്ച്മെന്റ് ഒരിക്കലും ചെയ്യരുത്.
അത് നമ്മൾ അതിനുവേണ്ടി ഒരു ചേഞ്ച് ഓവറിങ് അറേഞ്ച്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യണം. അല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു അറേഞ്ച്മെന്റിലേക്ക് നമ്മൾ പോകരുത്. ഈ കുട്ടി ചെയ്ത പോലെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. പിന്നെ അതുപോലെ ഈ നമ്മുടെ ജനറേറ്റർ ആയാലും ഇൻവെർട്ടർ ആയാലും അതിൽ നിന്ന് വരുന്ന ഫേസും ന്യൂട്രലും കട്ടാവണം. സപ്ലൈ പോയി കഴിഞ്ഞാൽ ഫേസ് ന്യൂട്രലും കട്ടാകണം. അല്ലാതെ സാധാരണ നമ്മുടെ വീടുകളിലിരിക്കുന്ന ഫേസ് ഇൻവെർട്ടറിലെല്ലാം ഫേസ് മാത്രമേ കട്ടാവത്തുള്ളൂ. ന്യൂട്രൽ ഡയറക്റ്റ് KCBയുമായിട്ട് ഡയറക്റ്റ് കിടക്കുകയായിരിക്കും. അത് അപകട സാധ്യത ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അതിനകത്ത്. അതിലേക്ക് ഞാൻ വിശദമായിട്ട് കയറുന്നില്ല. അപ്പോൾ ഫേസും ന്യൂട്രലും കട്ടാവണം. അതുകൂടാതെ കൃത്യമായിട്ടൊരു ചേഞ്ച് ഓവറിങ് അറേഞ്ച്മെന്റ് നമ്മൾ ഉണ്ടായിരിക്കണം. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫേസും വയറും കൂടെ ഈ ജനറേറ്റർ അല്ലെങ്കിൽ ഇൻവെർട്ടറിൽ നിന്ന് എടുത്ത് നമ്മുടെ പ്ലഗിലേക്ക് ഈ കുട്ടി ചെയ്ത പോലെ ഒരിക്കലും നമ്മൾ ചെയ്യുവാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകരുത്. പിന്നെ നമ്മളെ കുട്ടികൾ ചിലപ്പോൾ നമ്മൾ ഇഴയുന്ന കുട്ടികൾ, ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു 8-10 വയസ്സായ കുട്ടികളായാൽ പോലും അവർക്ക് ഈ നമ്മുടെ വൈദ്യുതിയുമായിട്ടുള്ള ഈ സോക്കറ്റുകളൊക്കെ എടുത്ത് അതിൻ്റെ അകത്തൊരു കമ്പി ഇട്ട് കുത്തുവാനൊക്കെ താല്പര്യം കാണും. അപ്പൊ അത് ശ്രദ്ധിക്കണം നമ്മൾ. അതിനുവേണ്ടി നമ്മൾ ഒരിക്കലും ഇത് തുറന്നു വെക്കുന്ന സാഹചര്യം വരരുത്. എപ്പോഴും പ്ലഗ് ടോപ്പ് ഇട്ട് സൂക്ഷിക്കുക. അതിനാണ് ഞാൻ നേരത്തെ ഒരു സ്വിച്ചിന്റെ കാര്യം പറഞ്ഞത്. എപ്പോഴും ഒരു കൺട്രോൾ സ്വിച്ച് വെച്ച് ഇരുന്നാൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ പ്ലഗ് ടോപ്പ് വെച്ച് അടയ്ക്കണം. അങ്ങനെ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാതെ കിടക്കുന്ന പ്ലഗ് ആണെങ്കിൽ അതിന് ഷട്ടറുള്ള ടൈപ്പ് ആയിരിക്കണം. പ്ലഗ് ടോപ്പ് അല്ലെ സോക്കറ്റ് എപ്പോഴും ഷട്ടറുള്ള ടൈപ്പ് ആകണം. ഇനി പ്ലഗ് ടോപ്പ് ഇടുമ്പോൾ നമ്മൾ ഈ പ്ലഗ് കുത്തുമ്പോൾ എപ്പോഴും വലത് കൈ കൊണ്ട് തന്നെ ചെയ്യണം. സ്ട്രോങ് ആയിട്ട് നമ്മൾ തറയിൽ നിന്നുകൊണ്ട് ചെയ്യണം. കാരണം ഇടത് കൈ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ഇടത്ത് സൈഡിലാണ്. അപ്പൊ ഇടത് കൈ കൊണ്ട് ചെയ്താൽ ഏതെങ്കിലും ഒരു തരത്തിലൊരു ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരണപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് കൈകാര്യം ചെയ്താലും വൈദ്യുതി എപ്പോഴും കൈകാര്യം ചെയ്യുമ്പോൾ ആകുന്നത് വലത് കൈ മാത്രമേ അതിന് ഉപയോഗിക്കാവൂ. കൃത്യമായ സ്ഥലത്ത് നിന്ന് ചെയ്യുക. നനഞ്ഞ സ്ഥലത്ത് നിന്നുകൊണ്ടത് ഒരിക്കലും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യരുത്. നമ്മുടെ വീട്ടിലെ വയറിങ്ങിൽ എപ്പോഴും നമ്മൾ 30 മില്ലിയാമ്പിയർ ലീക്കേജ് കറണ്ട് കപ്പാസിറ്റി ഉള്ള RCCB അല്ലെങ്കിൽ ELCB ഉപയോഗിച്ചിരിക്കണം. ഇത് നിയമത്തിലുള്ളതാണ്. ഇതിനൊരു സിംഗിൾ ഫേസ് സപ്ലൈയുടെ ആണെങ്കിൽ ഏകദേശം ഒരു 1500 രൂപയും അല്പം കൂടെ 3 ഫേസിലുള്ളതോ ഒരു 2500-3000 രൂപ. അപ്പൊ ഇതില് ഈ ഒരു തരത്തിലൊരു അറേഞ്ച്മെന്റ് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം. കൃത്യമായി അത് ഉറപ്പുവരുത്തണം. പക്ഷെ നമ്മുടെ ഇന്നത്തെ അപകടത്തില് ഇതൊന്നുമല്ല കാരണം. ആ ജനറേറ്റർ ഉപയോഗിക്കുവാനുള്ള ഒരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അത് അവര് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതായിരിക്കണം. അപ്പൊ അത് പുറത്തവര് കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടി ഒരുപക്ഷെ അവരുടെ കൂടെ പോയി ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ഒരുപക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ കുട്ടി ആയിരുന്നിരിക്കണം പലപ്പോഴും. അങ്ങനെയാണ് അവന് ഇത് അനുഭവം ഉണ്ടായതും. കറണ്ട് പോയടനെ അവൻ അതെടുത്ത് കുത്തി ഈ 2 വയറ് കൊണ്ട് ചെന്ന് അതിൽ കുത്തുന്നു. അപ്പൊ കുത്തുമ്പോഴേ ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഈ 2 വയറും അവൻ ടച്ച് ചെയ്ത സമയത്ത് ഒരു ഫേസും ഒരു ന്യൂട്രലുമാണല്ലോ. അതറിയാതെ അവന്റെ ശരീരത്തിന്റെ 2 ഭാഗത്ത് ടച്ച് ചെയ്ത് കാണും. അതാണ് സാധ്യത. ഇത്രയും അപകടം വരുവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നത്. ഈ ഷോക്ക് അടിച്ചവൻ തെറിച്ചു വീണു എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഫേസ് മാത്രം ടച്ച് ചെയ്തെങ്കിൽ ഒരു തരിപ്പ് അനുഭവപ്പെട്ട് തെറിച്ചു വീട് അങ്ങനെ സാധ്യതയുണ്ട്. ഈ പോർട്ടബിൾ ജനറേറ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫേസ് ജനറേറ്ററിന്റെ ഈ ഫേസും ന്യൂട്രലും നമുക്ക് ഇന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സ്റ്റാൻഡേർഡിൽ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് നമ്മൾ എർത്ത് ചെയ്യണമെന്ന്. എർത്ത് ചെയ്യുമ്പോഴാണ് അത് ന്യൂട്രൽ ആകുന്നത്. അപ്പൊ ഇത് ഒരുപക്ഷെ എർത്ത് ചെയ്യാത്തൊരു സംവിധാനമാണെങ്കിൽ മിക്കവാറും എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലാകുന്ന ഈ 2 വയറിലും അവൻ ഒരുമിച്ച് അവൻ ടച്ച് ചെയ്തതാണ്, അറിയാതെ ടച്ച് ചെയ്തതാണ്. അങ്ങനെ ആയിരിക്കണം ഈ അപകടം നടന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളിൽ. കുട്ടികൾക്ക് അവരുടേതായ വിദ്യാഭ്യാസം ഇതിനകത്ത് നൽകിയിരിക്കണം. പിന്നെ നമ്മുടെ വീട്ടിലെ സംവിധാനങ്ങളെല്ലാം ഈ തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നടപ്പാക്കിയിരിക്കണം. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലൊരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിന്റെ പെട്ടെന്ന് ചെയ്യേണ്ട പ്രാഥമിക ശുശ്രൂഷയും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിനെ തൊട്ട് മുമ്പ് ഇന്നലെ ഇറക്കിയ ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വിവരം നമ്മൾ മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ അയക്കുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് വളരെ എമർജൻസി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിവരമാണ്. നമ്മുടെ സമൂഹം അറിഞ്ഞിരിക്കേണ്ട വിവരമാണ്. ഈ വൈദ്യുതി സുരക്ഷ എന്ന് പറയുന്നത് പൊതുവെ ആൾക്കാർക്ക് ഒരു താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ്. ഇതുപോലൊരു അപകടം നടക്കുന്ന സമയത്ത് ഇത് ഭയങ്കര സെൻസിറ്റീവ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ അപകടം നടന്ന സമയത്ത് തന്നെ ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്.
ഈ അപകടം നടന്ന ഈ കുട്ടിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. കാരണം നമുക്ക് അതിന്റെ വിഷമം അത്രയും തീവ്രമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിനെ ആ കുടുംബത്തോട് അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. ഒപ്പം നിങ്ങളോടൊരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, ഇത് കേൾക്കുന്നവരോടൊരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, മാക്സിമം ആൾക്കാരിൽ ഇത് ഷെയർ ചെയ്യുക, മാക്സിമം ഇൻഫർമേഷൻസ് മറ്റുള്ളവരിലേക്ക് പാസ്സാകട്ടെ. ഇത് കൂടാതെ ഇതുപോലുള്ള വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും സ്ഥിരമായി ഞാൻ ഇറക്കുന്നുണ്ട്. വൈദ്യുതി സുരക്ഷ കൂടുതൽ അറിയുവാനായിട്ട് താല്പര്യമുള്ളവർ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി തുടർന്ന് വീണ്ടും കാണാം. താങ്ക് യു. ക്ഷമയോടെ ഇത് കേട്ടതിന് വീണ്ടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.